നമുക്കൊരു മെഴുക്കുവരട്ടി വെക്കാം കേട്ടോ. കൊച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരിത് കൊടുത്താൽ മതി. അവർ ഉപ്പേരിയൊക്കെ തിന്നുന്ന പോലെ തിന്നുകൊണ്ട് കിടന്നോളും. അപ്പോൾ നമ്മുടെ കായെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല നീളത്തിൽ, കനം കുറഞ്ഞ് നല്ല നീളത്തിൽ അരിഞ്ഞതിന് ശേഷം സവാളയും അരിഞ്ഞിട്ട് ഒരു പച്ചമുളക് ഇട്ട് 2 തണ്ട് കരിയാപ്പിലയും ഒരു അര സ്പൂൺ മുളക് പൊടി കേട്ടോ, കൊച്ചു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ. അപ്പം കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഇട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അത് കഴിഞ്ഞിട്ടൊരു ചീനിച്ചട്ടി എടുത്ത് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം ഇതിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. നമ്മൾ അരിഞ്ഞിരിക്കുന്ന കായെല്ലാം എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ചൊന്ന് വേവിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു മീഡിയം ഇതിലിടണം കേട്ടോ, ഇട്ട് വേണം വേവിക്കാൻ. അതിനകത്ത് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ആവിയിൽ നിന്ന് വേകുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇളക്കുക. ഇത് കഴിഞ്ഞതുപോലെ തന്നെ വീണ്ടും നമ്മൾ മൂടി തുറന്നേക്കും. ഇപ്പം നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതിന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മൂടി തുറന്ന് നല്ലപോലെ നിറച്ചെടുക്കുക. നല്ല അടിപൊളി മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, പക്ഷേ ചോറിൻ്റെ കൂടെ അല്ലാതെ കഴിക്കാം കേട്ടോ. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് കൊടുത്താൽ മതി. കാരണം നമ്മൾ വലിയ എരിവൊന്നും ചേർത്തിട്ടില്ലല്ലോ. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.